അമ്മ ഈ അഫാന് ഏതെങ്കിലും ഈ ഈ പൈസ ഒക്കെ കടം മേടിക്കുന്ന എവിടെ നിന്നൊക്കെ ആയിരുന്നു? ഫോണിൽ നിന്ന് എടുക്കുമായിരുന്നു പൈസ. അതായത് എന്താ അത് എന്താ ഫോണിൽ നിന്ന് പറയുമ്പോൾ ഫോണിൽ ആപ്പാണോ? ആ ഫോൺ ആപ്പ്. അവിടുന്ന് പൈസ എടുക്കുമായിരുന്നു? അതെന്ന് വെച്ചാൽ അറിയാൻ വയ്യ, മറന്നുപോയി. എത്ര രൂപ എടുത്തിട്ടുണ്ട് അവിടുന്ന്? അറിയില്ല. ലോണായിട്ട് എടുക്കുമായിരുന്നു. കുറേ പൈസ എടുക്കുമായിരുന്നോ? അതും അറിയില്ല. ലോണായിട്ട് എടുക്കുമായിരുന്നു പൈസ. ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ എടുക്കുമായിരുന്നല്ലേ? അവരെന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയായിട്ടോ വല്ലോ? അല്ല, വിളിക്കുമായിരുന്നു. അന്ന് വിളിച്ചായിരുന്നു, ഫോണിൽ നിന്ന് വിളിച്ചായിരുന്നു അവര്. അതായത് ഈ ആദ്യം 24-ാം തീയതി 24-ാം തീയതി രാത്രിയും വിളിച്ചായിരുന്നു. രാത്രിയും വിളിച്ചായിരുന്നു, തലേദിവസവും വിളിച്ചായിരുന്നു, പിറ്റേന്നും വിളിച്ചായിരുന്നു. ഇപ്പം അഫാന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഇവർ വിളിച്ചു കഴിഞ്ഞപ്പോൾ അടയ്ക്കാന്ന് പറഞ്ഞു, പൈസ അടയ്ക്കാന്ന് പറഞ്ഞു. തലേദിവസം വിളിച്ച് പറഞ്ഞ് ഇനി ഇത്രയും ദിവസം വരെ കറക്റ്റ് ആയിരുന്നല്ല, പിന്നെ അടയ്ക്കാന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അടയ്ക്കാൻ, പിറ്റേന്ന് അടയ്ക്കാന്ന് പറഞ്ഞു. ഫോൺ ആപ്പിൽ നിന്നായിരുന്നല്ലേ? ഫോൺ ആപ്പാണ്. അത് തന്നെ. ടെൻഷൻ ഉണ്ടായിരുന്നു അഫാൻ ആ സമയത്ത് വരെ തലേദിവസം വിളിക്കുമ്പോഴൊക്കെ? ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചേ മക്കളെ അതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ഫോൺ ആപ്പിൽ നിന്നാണ് പൈസ എടുത്തത് എന്തെന്നാ പറഞ്ഞു തന്നിട്ട്. പിതാവിന്റെ ജ്യേഷ്ഠൻ നമ്മുടെ ലത്തീഫിനോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അടുത്ത് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ സംസാരിക്കുമായിരുന്നു. എന്തിനെ കുറിച്ചായിരുന്നു സംസാരിക്കണേ? പൈസ അയച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് വീട് വിൽക്കണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെ? ആർക്ക് വീട് വെക്കണമെന്ന്? വീട് വിൽക്കണമെന്നുള്ളത്. വീട് വിൽക്കണം, നമ്മുടെ പേരുമല വീട് വിൽക്കണമെന്ന് അത് സംസാരിക്കുമായിരുന്നു. അത് സംസാരിക്കുമായിരുന്നു. മറ്റെന്തെങ്കിലും ദേഷ്യങ്ങളൊന്നും ഇല്ലായിരുന്നു? വേറെ ഒന്നുമില്ലായിരുന്നു. നമ്മൾ ഈ സാധാരണ ഈ കുടുംബത്തിലെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അപ്പം നമ്മുടെ അഫാൻ ഈ കുടുംബത്തിൽ ഇത്തരം പ്രശ്നം ഉണ്ടായിട്ട് അവരാരും സഹായിച്ചില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു? പരാതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സഹായിക്കുകയൊക്കെ ചെയ്തായിരുന്നു. വേറുള്ളവരൊക്കെ സഹായിച്ച്. അതായത് സൽമാ ബീവിയുമായിട്ട് അഫാൻ എന്തായിരുന്നു പ്രശ്നം? അവിടെ മാല ചോദിച്ചു പോയെന്നൊക്കെയാ പറയുന്നത്. അവന് ബാപ്പുമായിട്ട് നല്ല കമ്പനിയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു, നല്ല ജീവിതമായിരുന്നു. നമ്മുടെ ഈ അന്നത്തെ ദിവസം അതായത് 24-ാം തീയതി ആർക്കെങ്കിലും പൈസ കൊടുക്കാനുണ്ടായിരുന്നോ? അങ്ങനെ എന്തെങ്കിലും ഒരു പ്രഷർ അഫാൻ ഉണ്ടായിരുന്നോ? അഫാന് അന്ന് എൻ്റെ മതിനെ ഫോൺ വിളിച്ചായിരുന്നു കാലത്ത്. ഫോൺ പൈസ കൊടുക്കണം 50,000 രൂപ. 24-ാം തീയതി മതിനെ വിളിച്ചിട്ട് പറഞ്ഞ് കാലത്തെ പൈസ കൊണ്ടുവരണേ മക്കളെ എന്നൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു. അങ്ങനെ അവന് പ്രശ്നം ഉണ്ടായിരുന്നു. കടം മേടിച്ച പൈസയായിരുന്നു? കടം വാങ്ങിച്ച 2 ലക്ഷം രൂപ വാങ്ങിച്ചതായിരുന്നു. 2 ലക്ഷം രൂപയിൽ 50,000 രൂപ അന്ന് തന്നെ കൊടുക്കണം? അന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു. അത് കുറെ ദിവസമായി ചോദിക്കുന്നതാണോ? കുറെ ദിവസം കൊണ്ട് ചോദിക്കണമായിരുന്നു. അതായിരുന്നു അന്ന് അഫാന്റെ വലിയൊരു പ്രഷർ. അതും ഈ ഫോൺ ആപ്പിൽ നിന്നെടുത്ത പൈസ? അതാണ് പ്രശ്നം. പകരം ഈ ഫോൺ ആപ്പിൽ നിന്നെടുത്ത പൈസയും അതുപോലെ ബന്ധുവിന്റെ പൈസ അന്നായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പിന്നെ ബാങ്കിൽ അടയ്ക്കണമെന്ന് പൈസ അന്ന് 24-ാം തീയതി ബാങ്കിൽ അടയ്ക്കണമായിരുന്നു. 24-ാം തീയതി 3 ഇങ്ങനെ പൈസ അടയ്ക്കണമായിരുന്നു, കൊടുക്കണമായിരുന്നു. അപ്പം അതിനെന്താ നമ്മൾ വഴി കണ്ട വസ്തു വിൽക്കുക എന്നുള്ളതായിരുന്നോ? വസ്തു വിൽക്കുമായിരുന്നു. വസ്തുവിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൾക്കാരുടെ പറഞ്ഞിട്ട് ആരും വന്നില്ല. നമ്മൾ സ്വർണം ചോദിച്ചിരുന്നോ ആരോടെങ്കിലും? സൽമാ ബീവിയോട് വല്ലതും സ്വർണം പണയം വെക്കാൻ വല്ലതും ചോദിച്ചിരുന്നോ? പാങ്ങോട്ടും അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പൊ എന്താ ഉമ്മ തരില്ലെന്ന് പറഞ്ഞു? ഉമ്മ തരൂലെന്ന് പറഞ്ഞു. അതൊക്കെ അഫാന് പ്രശ്നമായി കാണും.